ഇസ്രായേലിന്റെ നാശമല്ല, ലോകത്തിന്റെ നാശത്തിൽ ശരിക്കും ഇറാൻ ഇത്രമാത്രം ഉണ്ട്, 60% ഇങ്ങനെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് പോലും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വന്നതാണ്, അല്ലാതെ അവര് കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ ബേസിൽ വരുന്നതല്ല. നാളെ ഒരു ന്യൂക്ലിയർ ബോംബ് നമ്മുടെ ഇറാനിൽ അവർക്ക് ഇപ്പൊ പണ്ടാണെങ്കിൽ വർഷങ്ങളെടുത്ത് അത് രൂപീകരിക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അവര് സമ്പുഷ്ടീകരിക്കുന്ന രീതി വെച്ചിട്ട് ആഴ്ചകൾക്കകം അവർക്ക് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കാവുന്നൊരു രീതിക്കായി. നാളെ അത് അവർക്ക് കിട്ടിയാൽ പൂർണ്ണമായും ഇസ്രായേലിന്റെ നാശത്തിലേക്ക് അത് പോവില്ല എന്ന് നമുക്ക് പറയാനായിട്ട്. ഇസ്രായേലിന്റെ നാശമല്ല, ലോകത്തിന്റെ നാശത്തിൽ. എന്തുകൊണ്ടാണ് ഈ പിന്നെ നമ്മുടെ ആണവായുധം ഉപയോഗിക്കരുത് പറയുന്നത്? ഇപ്പൊ തമിഴ്നാട് കൂടംകുളത്തിൽ ആണവായുധത്തിൽ നിന്ന് ഊർജ്ജമാണ് ഉണ്ടാക്കിക്കുന്നത്, സമ്പുഷ്ടീകരണം നടക്കുന്നില്ല അവിടെ. പക്ഷെ അത് പൊട്ടിയാലും നമുക്ക് എന്ത് സംഭവിക്കും? കേരളത്തിൽ ഉൾപ്പെടെ ചെർണോബിൽ സംഭവിച്ചില്ല. ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിനും ഉണ്ട് ധാരാളം. പക്ഷേ ഈ ഇത്രയും വർഷങ്ങൾ അവിടെ, എനിക്ക് 40ഓളം വർഷങ്ങളായിട്ടുണ്ടല്ലേ, എന്നിട്ട് കൂടിയും അവരതിനെ വെറുതെ കയറി അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല. ഇന്ത്യ ഉപയോഗിക്കില്ല, ഒരു രാജ്യക്കാർ ഉപയോഗിക്കില്ല. പക്ഷെ ഇറാൻ പബ്ലിക്കായിട്ട് എനിക്ക് വേണ്ടുന്നത് ഈ 2 രാജ്യങ്ങളുടെ നാശമെന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കയ്യിൽ ഇത് ഉള്ളതിനെക്കാട്ടിലും അധികം ഒരു ത്രെറ്റ് ഉണ്ടോ, അതിനെ പേടിച്ചിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അല്ല, അങ്ങനെയുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആണവായുധീകരണം ആണവ ആയുധങ്ങളെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണെന്ന് സംബന്ധിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഈ കരാറുണ്ടാവണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണ്? നിങ്ങളതിൽ എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടി അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമല്ലോ. ഇസ്രായേലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരവരുടെ കയ്യിൽ എത്രമാത്രം ഉണ്ട് എന്ന് ഇന്റർനാഷണൽ കമ്മിറ്റിക്ക് അറിയാൻ പറ്റുന്നില്ല. അറ്റോമിക് ഏജൻസീസ് ഇവിടെ വന്ന് വെരിഫിക്കേഷൻ നടത്തി ചെക്ക് ചെയ്യണം. അതില്ല. ഇത് ശരിക്കും ഇറാൻ ഇത്രമാത്രം ഉണ്ട്, 60% ഇങ്ങനെ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് പോലും ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് വന്നതാണ്, അല്ലാതെ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റിന്റെ ബേസിൽ വരുന്നതല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാന്റിന് മാത്രമായി അടിച്ചിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രമായി തകർത്ത് കളയാതെ മിസൈൽ വിടും പോലെ ആയുധം ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അറിയാം, അതിൻ്റെ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് അവർ ത്രെഡൻ ചെയ്യുള്ളൂ, അവർ ഉപയോഗിക്കാനൊന്നും പോകുന്നില്ല, അവർ ത്രെഡൻ ചെയ്യും. പക്ഷെ നമ്മളുടെ വിഷയം അതല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കഴിഞ്ഞൊരു 10-100 വർഷങ്ങളായി എടുത്താൽ ഈ പശ്ചിമേഷ്യ എന്ന് പറയുന്ന എല്ലാ കാലത്തും എന്താണ്? ഇങ്ങനെ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊല്ലുന്നു, ഇപ്പോൾ ഇദ്ദേഹത്തെ കൊന്നു, സദ്ദാം ഹുസൈനെ നേരത്തെ കൊന്നു, അങ്ങനെ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് പശ്ചിമേഷ്യ മുഴുവൻ എന്താണ്? അത് ആ രാജ്യത്തിനെ തന്നെ രക്ഷിക്കാൻ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അവർ ഏത് അവസ്ഥയിലാണ് വരുന്നത് അതിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ഭാഗ്യവശാൽ അവർക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർ സമ്പന്നരുമാണ്.